ഹായ് ഹലോ, ഒത്തിരി നാളിന് ശേഷമാണ് കുഞ്ഞാവയായിട്ടൊന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളിന്ന് ആതിരപ്പള്ളി വരെ പോവാണ്. ഇവന് ട്രിപ്പ് പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. ഇനി വീടിനുള്ളിൽ അടച്ചിരിക്കുന്നതിനേക്കാൾ ഇഷ്ടം പുറത്തൊക്കെ പോകുന്നത്. ആൾക്ക് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ വലിയ ഇഷ്ടമാണ്. നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. അല്ലാണ്ട് എടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരന് തീരെ ഇഷ്ടമല്ല. ഞാനിപ്പോൾ രണ്ടാമത്തെ തവണ ആതിരപ്പള്ളി വരുന്നത്. ആദ്യ തവണ വന്നപ്പോൾ എനിക്ക് കാണാനൊന്നും പറ്റില്ല, കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നെ ഇത്രത്തോളം താഴത്തേക്ക് ഇറങ്ങി പോകണം എന്നൊന്നും എനിക്ക് തീരെ അറിയില്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. ഇപ്പോഴും പോയപ്പോൾ രസമുണ്ട്, പക്ഷേ എൻ്റെ പൊന്നു എന്ത് ദൂരം നടക്കണം. അത് കുഞ്ഞുവാവയും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ സ്ഥലത്തെത്തിയപ്പോൾ പിന്നെ ഇവിടുന്ന് കുറേ താഴത്തേക്ക് ഇറങ്ങണം. ഇങ്ങനത്തെ സ്ഥലമായിരുന്നു, പക്ഷേ അവസാനം എനിക്കിഷ്ടപ്പെട്ടു. താഴത്തേക്ക് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ തിരിച്ച് കയറുന്ന കാര്യം ആലോചിച്ചപ്പോൾ പാടുപെട്ടു. ഞാൻ കരുതിയത് ഞാനീ വാശി പിടിക്കും എന്നാണ്. പിന്നെ എല്ലാവരും പറയും 3 മാസം പ്രായമാവാത്ത കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോകരുത് എന്നൊക്കെ. പക്ഷേ എനിക്ക് അവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അവന് നല്ല ഹാപ്പി ആയിട്ടൊക്കെ തന്നെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതൊക്കെ. ഇപ്പോൾ ഉണക്ക് സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അടുത്തേക്കൊക്കെ പോയി നിൽക്കാനൊക്കെ പറ്റുമായിരുന്നു. ഞാൻ കുഞ്ഞിനെ സുട്ടുവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അതിലേക്കൂടെയൊക്കെ കയറി എങ്ങനെയൊക്കെയോ അതിൻ്റെ അടുത്തൊക്കെ എത്തി നല്ലപോലെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും അങ്ങോട്ട് ഒത്തു വന്നില്ല, എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഒന്നാമത്തെ കാര്യം, എനിക്ക് പുറത്തേക്കൊക്കെ പോകാൻ വലിയ താല്പര്യം. പക്ഷേ കുഞ്ഞാവ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു ചെറിയൊരു ടെൻഷനുണ്ട്. കുഞ്ഞിന് പറ്റുമോ, ഈ പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോകാമോ. പിന്നെ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടായിരുന്നു ഈ പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ട് പുറത്തൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഓക്കെ ആയിരുന്നു. ഇവിടുത്തെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞാൻ ആ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടാണ് മുകളിലേക്ക് കയറി വന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിനെ ഞാൻ നോക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് സുട്ട് നോക്കും കേട്ടോ. കാരണം ഈ പോയ സമയത്തും എൻ്റെ കയ്യിൽ അവൻ കുഞ്ഞിനെ തന്നിട്ടേ ഇല്ല, അവൻ തന്നെയായിരുന്നു എടുത്തുകൊണ്ട് നടക്കുന്നതും ഒക്കെ. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടേക്ക് എത്തിപ്പെടാൻ കാണിച്ച ആ ഒരു എനർജി എനിക്ക് തിരിച്ച് കയറാനായിട്ടുണ്ടായില്ല. നല്ല ക്ഷീണിച്ചു. പിന്നെ ഞങ്ങളത് ഇവിടെ എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞങ്ങൾ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. ഞങ്ങളൊരു 6:45 ആകുമ്പോഴേക്കും എത്തണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ കറക്റ്റ് വീട്ടിലെത്തിയപ്പോൾ ഒരു 7:30-7:45 അപ്പോഴേക്കും കുഞ്ഞാവ് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് കരച്ചിലും വേണ്ടാത്ത ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അതിനൊരു ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു. വീട്ടിലെത്തി നേരെ ഞങ്ങൾ പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. കാരണം ഇവിടെ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.